ബംഗ്ലാദേശിൽ നടന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും ജിഹാദികൾ നടത്താൻ ശ്രമിക്കുന്നത്. വഖഫ് നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭമാകട്ടെ വർഗീയ കലാപമായി മാറി. മമതയുടെ അറവുശാലയിലേക്ക് നിരപരാധികളായ വ്യക്തികളുടെ ജീവൻ എറിഞ്ഞു കൊടുക്കരുത് കേന്ദ്ര സർക്കാർ. യഥാർത്ഥത്തിൽ ബംഗാളിൽ രാഷ്ട്രപതി ഭരണമാണ് ആവശ്യം. അതിനു മുന്നോടിയായി മമതയെ ബംഗാളിന് പുറത്തു കളയണം. ഇത്തരത്തിൽ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ജിഹാദികൾ മുന്നിട്ടിറങ്ങുമെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാത്തതൊന്നുമല്ല. അപ്പോൾ ജിഹാദികളുടെ കൈകളിൽ എത്തുന്നവർക്ക് കേന്ദ്രം സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ചില മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കാസ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വഖഫ് ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം പശ്ചിമ ബംഗാളിൽ വർഗീയ കലാപമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ ബംഗ്ലാദേശിൽ നടന്നതെന്തോ അത് തന്നെ ജിഹാദികൾ പശ്ചിമ ബംഗാളിലും നടത്തുകയാണ്. ഇനിയും കേന്ദ്ര സർക്കാർ മമതാ ബാനർജി സർക്കാരിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിലേക്ക് നിരപരാധികളുടെ ജീവൻ ഇട്ടുകൊടുക്കരുത്. ഒന്നെങ്കിൽ മമതാ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ സൈന്യത്തിൽ പ്രത്യേക അധികാരം നൽകുക, ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നടപ്പിലാക്കുക. വഖഫ് നിയമ ഭേദഗതി പോലൊരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ജിഹാദികൾ രാജ്യത്ത് മുതലെടുക്കുവാനും എന്ന് അറിയാത്തവരൊന്നുമല്ല കേന്ദ്ര സർക്കാർ. അപ്പോൾ നിയമനിർമ്മാണം നടത്തിയവർക്ക് തന്നെ അതിന്റെ പേരിൽ ജിഹാദികളുടെ കൈകളിൽ ഇരകളാകുന്നവർക്ക് സംരക്ഷണം കൊടുക്കുവാനും ബാധ്യതയുണ്ട് എന്നതാണ് കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടും മറ്റൊരു പോസ്റ്റും അവർ പങ്കുവച്ചിട്ടുണ്ട്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിലേക്ക് ലോകവും ഈ കൊച്ചു കേരളവും കടക്കുമ്പോൾ രാജ്യത്തിന്റെയും ഈ കൊച്ചു കേരളത്തിന്റെയും വർത്തമാന കാലഘട്ടത്തെ ഈശോയുടെ പീഡാനുഭവവുമായി ചേർത്ത് വെക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതുമായ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവ രണ്ടും ഒന്നും പ്രതിപാദിച്ച് ധ്യാനാത്മകമായി താരതമ്യം ചെയ്യുക എന്നത് ക്രൈസ്തവ ദൗത്യം ആകയാൽ തന്നെ അവ ഇവിടെ പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ മേൽ പ്രതിപാദിച്ച സ്മരിക്കേണ്ടതായ രണ്ട് പീഡാനുഭവ സ്മരണകളിൽ ഒന്ന് ഈശോയെ ക്രൂശിക്കാനുള്ള വിചാരണ മധ്യേ പീലോത്തോസിന് മുന്നിൽ ഈശോയെ ഹാജരാക്കിയപ്പോൾ എല്ലാവർക്കും ജനക്കൂട്ടം ആവശ്യപ്പെടുന്ന കുറ്റവാളിയെ മോചിപ്പിക്കാനുള്ള സൗകര്യം മുതലെടുത്തുകൊണ്ട് പുരോഹിത പ്രമാണിമാരും അതുപോലെ തന്നെ നിയമജ്ഞനും ചേർന്ന് ജനക്കൂട്ടത്തോട് ബറാദാസ് എന്ന കൊടും കുറ്റവാളിയെ മോചിപ്പിച്ച് വിട്ടുതരുവാനും ഈശോയെ ക്രൂശിക്കുവാനും പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനക്കൂട്ടം പീലാത്തോസിനു മുന്നിൽ ബറാബാസിനെ വിട്ടുതരിക, ഈശോയെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുന്നത് കാണാം. രണ്ടാമത്തേത് ഈശോനാഥൻ കടുത്ത പീഡയിലൂടെ കടന്നു പോകുന്നത് മൂന്നാം പ്രാവശ്യവും വീണ് എഴുന്നേറ്റ് 8ാം സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ വഴിയൊരുക്കിൽ കാത്തുനിന്ന് തന്നെ ഓർത്ത് വിലപിച്ച ഒർസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളിലെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഗരത്തിനും ആ ജനതയ്ക്കും വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നത് കാണാം. ഒന്നാമത്തേതിൽ ധ്യാനിച്ചാൽ കുറ്റവാളിയായ ബറാബാസിനെ വിട്ടുതരുവാനും ഈശോയെ ക്രൂശിക്കുവാനും ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നത് പുരോഹിത പ്രമുഖരും നിയമജ്ഞരുമാണ് എന്നിരിക്കെ ഈ നാളുകളിൽ വഖഫ് എന്ന കുറ്റവാളിയെ വിട്ടുതരുവാനും മുനമ്പം എന്ന ക്രൂശിതനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുവാനും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം അവരെ തിരഞ്ഞെടുത്തുവിട്ട ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർലമെന്റിൽ ആർത്തു വിളിച്ച് ഒച്ച വെച്ചപ്പോഴും അതിനുശേഷം മുനമ്പം എന്ന ക്രൂശിതനെ ക്രൂശിക്കാൻ അതേ കോൺഗ്രസിനൊപ്പം ചേരുന്ന സഭയ്ക്കുള്ളിലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരെന്ന വക്കീലന്മാരും ചേർന്ന് മുനമ്പം എന്ന ക്രൂശിതനെ ക്രൂശിക്കുക വഴി ഈ നാടിന് വരാനിരിക്കുന്ന ദുരന്തത്തിനായി സ്വന്തം ജനതയെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ശത്രുവിനൊപ്പം തന്നെ ഒത്തുകളിച്ച് ഒറ്റു നൽകുന്ന പുരോഹിത പ്രമുഖന്മാരെയും അവർ ഏർപ്പെടുത്തി കോടതികളിൽ ശത്രുവിനൊപ്പം ഒത്തുകളിക്കുന്ന നിയമജ്ഞരെന്ന വക്കീലന്മാരെയും ഈശോ ഈ പീഡാനുഭവ സ്മരണയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു. രണ്ടാമത്തേതിൽ ധ്യാനിച്ചാൽ ഇന്ന് ഈ രാജ്യവും ഈ കൊച്ചു കേരളവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുമായ ഇസ്ലാമിക മത മൗലികവാദവും മത മൗലിക തീവ്രവാദം എന്നിരിക്കെ തന്നെ ഈശോ ഈ കേരളത്തോട് അവന്റെ പീഡാനുഭവ സ്മരണയിൽ ഈശോയെ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളോട് പറയുന്നു: നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, പകരം നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഓർത്ത് കരയുവിൻ എന്ന്. വരാനിരിക്കുന്ന നാളുകളിൽ കേരളം മറ്റൊരു അഫ്ഗാനിസ്ഥാനോ സിറിയയോ ഇറാഖോ ആക്കുമെന്ന് ആ പ്രവചനത്തിലൂടെ നമ്മൾ വിശ്വസിക്കാൻ വിവേകത്തോടെ തന്നെ മനസ്സിലാക്കുക എന്നത് നമ്മൾ ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പീഡാനുഭവം അത് വരാതിരിക്കാൻ വഖഫിനെ വിട്ടുതരുവാനും മുനമ്പത്തെ ക്രൂശിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ അടിമത്വത്തെയും പൗരോഹിത്യ അടിമത്വത്തെയും നിയമജ്ഞരെയും നമ്മൾ വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെ നമ്മുടെ നാഥന്റെ ഈ പീഡാനുഭവ സ്മരണകളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു എന്നതായിരുന്നു പോസ്റ്റിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.